ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന കുറച്ച് പണികളാണ് കേട്ടോ അതിലേക്ക് കാണിക്കണത്. അപ്പോൾ ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളക്. അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പം മുളകൊക്കെ നന്നായി വറുത്തെടുത്ത് ഒന്ന് ചമ്മന്തി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചമ്മന്തിയുടെ മുഴുവൻ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് യൂട്യൂബ് ലോങ് വീഡിയോയിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഷോർട്ടിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം അരി ഒന്ന് കഴുകി തീമിടണം. അരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും അരി നന്നായിട്ട്, പിന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അതിന് അങ്ങനെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിൻ്റെ ശേഷം പാത്രം കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കേബേജാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കേബേജ് കഷ്ണങ്ങളാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്നപ്പോൾ കഷ്ണം വെട്ടി വെച്ച കേബേജും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് സവാള ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കേബേജിൻ്റെ ചെറുതായിട്ടുള്ളൊരു നിറം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് റെഡിയായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തന്നെ കേബേജ് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതിന് ശേഷം ചോറ് ഇതാ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ചോറ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.